നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. എനിക്ക് വരദ നേരത്തെ സംസാരിച്ചില്ലേ ഇവരോട് പറഞ്ഞപ്പോ ഇവർക്ക് ഏത് പൊസിഷൻ കിട്ടിയാലും മതി. ഇങ്ങനെ ഒരു ആത്മവിശ്വാസം ഇവർക്ക് ഉണ്ടാവാൻ കാരണം എന്താണെന്നറിയോ? ഈ രണ്ട് ഇതിഹാസങ്ങളിലും രണ്ട് മഹായുദ്ധങ്ങളിലൂടെയാണ് ഇവർ കടന്നുപോയത്. അതിനെ വായിച്ച് അതിനെ പഠിച്ച് അതിലൂടെ ഇവരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ഭാവം, യുദ്ധം ഉണ്ടാവരുത്, മത്സരം ഉണ്ടാവരുത്, ലോകത്തിൽ എല്ലാവർക്കും ആനന്ദം ഉണ്ടാവണം, ശാന്തി ഉണ്ടാവണം. ഇങ്ങനെ മഹാഭാരതം വായിക്കുന്ന ഒരാൾക്ക്, രാമായണം പരിചയപ്പെടുന്ന ഒരാൾക്ക് മത്സരത്തിന് അതീതമായിട്ട് ഇത് ഒരു ജീവിതത്തിന്റെ ദർശനമായി അനുഭവപ്പെടുന്നുള്ളത് ഈ കുട്ടികൾ തന്നെ തെളിയിച്ചിരിക്കുന്നു. അതെ. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഇതില് ചില സൂചനകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ആ സൂചനകളിൽ ചെറിയ ചില എക്സ്പ്ലനേഷൻ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ആ ആദ്യത്തെ സൂചനയിൽ നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അടുത്ത സൂചനയിലേക്ക് പോകാമെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സൂചനകളിലേക്ക് പോയിട്ട് നമുക്ക് ഉത്തരം പറയാം. ചെറിയ ക്ലൂ ഉണ്ടാവില്ല, ചെറിയ ചില എക്സ്പ്ലനേഷനുകൾ ആവശ്യമുള്ളിടത്ത് എന്റെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാവും. നമുക്ക് തുടങ്ങാം. പിന്നെ ഓരോ സൂചന കഴിയുമ്പോൾ 5 മാർക്ക് വീതം നഷ്ടപ്പെടും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. നന്നായി പരസ്പരം ആലോചിക്കുക, പക്ഷെ ആലോചന നീണ്ടുപോകരുത്. നമുക്ക് ആരംഭിക്കാം. നിങ്ങളുടെ ഒന്നാമത്തെ ക്ലൂ, ഇതിഹാസ യുദ്ധങ്ങളിൽ പോരാളിയായിരുന്നു. ഇതിൽ രണ്ട് ഇതിഹാസത്തിലും പങ്കെടുക്കണമെന്നില്ല, ഇതിഹാസത്തിലെ യുദ്ധത്തിൽ പോരാളിയായിരുന്നു. ഒരെണ്ണത്തിലായാലും മതി. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ അല്ലേ? അടുത്ത ക്ലൂക്ക് പോവാം. അടുത്ത ക്ലൂയിലേക്ക് പോവാം. അടുത്ത ക്ലൂ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ വിഷയത്തിലേക്ക് അടുപ്പിക്കുന്ന ക്ലൂ ആയിരിക്കും. നിങ്ങളുടെ രണ്ടാമത്തെ ക്ലൂ, രണ്ട് ഇതിഹാസങ്ങളിലും കഥാപാത്രം ആണ്. കിർമീരനെ കൊന്നത് ഭീമനല്ലേ? പിന്നെ കിർമീരൻ രാമായണത്തിൽ വരുന്നത് മകന്റെ സഹോദരൻ, ഹിഡിംബന്റെ മകന്റെ സഹോദരൻ കിർമീരനാണോ? മകൻ എന്താ രണ്ടിലുണ്ടോ? അങ്ങനെയല്ലേ അത് കിർമീരന്റെ. വേറെ ആരാ? അടുത്തേക്ക് പോവാം ആണോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അടുത്തേക്ക് പോവാം. മാർക്ക് കുറയാണെന്ന് ആലോചിക്കണം. പോവാണെങ്കിൽ 5 മാർക്കേ കുറയുള്ളൂ. പക്ഷെ തെറ്റിക്കഴിഞ്ഞാൽ മൊത്തം മാർക്കും പോകും. അടുത്തേക്ക് പോവാം. അപ്പൊ മൂന്നാമത്തെ സൂചന, പാണ്ഡവ ബാന്ധവം ഉണ്ട്. പാണ്ഡവരുടെ ബന്ധുവാണ്. പാണ്ഡവരുടെയോ പാണ്ഡവന്റെയോ ആണ്. പാണ്ഡവ ബാന്ധവം എന്നാണ്. പഴയ ക്ലൂകളൊക്കെ ഓർക്കൂ. പാണ്ഡവൻ ആകാം. പാണ്ഡവ ബാന്ധവമുണ്ട്. നന്നായി ആലോചിച്ചിട്ട് ഇതിൽ ഉറപ്പിക്കാം, അല്ലെങ്കിൽ അടുത്തേക്ക്. അതായത് 3 ക്ലൂകളും ആലോചിച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ഉത്തരം ആലോചിക്കാം. 3 ക്ലൂ കൂടെ ഒരുമിച്ച് ആലോചിക്കും. പോരാളിയായിരുന്നു, രാമായണം 2 ഇതിഹാസത്തിലും ഉണ്ട്, പാണ്ഡവ ബാന്ധവമുണ്ട്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആലോചിച്ചിട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത ക്ലൂവിലേക്കും കൂടെ പോവാം. ഇത് പൊട്ടണ അടുത്തതിലേക്ക് പോയാലോ? അടുത്തേക്ക് പോവാം. ഓക്കേ. ഇത് 4ാമത്തെ ക്ലൂ ആണ്. സകല ശാസ്ത്ര പണ്ഡിതനും കലാനിപുണനുമാണ്. രാവണനോട് മഹാഭാരതത്തില് യയാതിയാണോ? പറയാ ഈ ഒരു ക്ലൂവിൽ ഉത്തരം പറയുകയാണെങ്കിൽ 10 പോയിന്റ് ആയിരിക്കും ലഭിക്കുന്നത്. യയാതി പറയാ. അയ്യോ അങ്ങനൊക്കെ പറയണ ഒരു കുളമ്പുള്ള 5 മാർക്കും കിട്ടും. പറയാ. അതെ, അത് തെറ്റിയാലൊന്നും കിട്ടില്ല. അല്ലെങ്കിൽ ഒരു 5 തീരുമാനമെടുക്കും. 5 വേണോ? അതെ, 5 വേണോ, 10 10 വേണോ, 0 വേണോ? അയ്യോ ഈ 3 ഓപ്ഷനേ ഉള്ളൂ. 5, 10, 0. പറ്റിട്ടോ. ആലോചിച്ച് യയാതി രണ്ടിലുണ്ടോ? യയാതിന്റെ കഥ രാമായണത്തിൽ ഉണ്ടോ? വായിക്കുന്നുണ്ടെന്നാണ് എന്റെ ഓർമ്മ. പക്ഷെ യയാതി നമുക്ക് ഏത് അധികം സമയം കളയരുത്. ഒരു സെക്കൻഡ്. ഒരു മറ്റേ ഇങ്ങനെ തന്നിരുന്നില്ലേ 2 സംഭവങ്ങൾ, മഹാഭാരത ക്യാരക്ടേഴ്സും അതിലേതിലുണ്ടായിരുന്നു? നമുക്കധികം സമയമില്ല കേട്ടോ. 2 ഇതിഹാസങ്ങളും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയം നമുക്കില്ല. അപ്പൊ അടുത്ത സൂചനയിലേക്ക് പോകണമെന്നാണോ, അതോ രണ്ടും കൽപ്പിച്ച് ഉത്തരം പറയണമെന്നാണോ? യയാതി. തീരുമാനിച്ചല്ലോ. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം.
നിങ്ങൾ പറഞ്ഞ ഈ 4 ക്ലൂവിൽ നിന്ന് നിങ്ങൾ എത്തിയ Discussion കഴിഞ്ഞു. ആ ടീച്ചർ തീരുമാനിച്ചു, യയാതിന്ന് ഉറപ്പിച്ചു, അതെ ലോക്ക് ചെയ്തു യയാതി. അതെ. അപ്പൊ നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോ നോക്കാം. ഞാനേ അടുത്തത് വച്ചിരുന്ന സൂചന എന്താന്ന് പറയട്ടെ. ഉത്തരം ഹനുമാനാണ്. ഞാൻ അവസാനം വെച്ചിരുന്ന സൂചന എന്താന്നറിയോ? ഭക്തന്മാരിൽ അഗ്രേസരനാണ്. ഞാനെന്താ പറഞ്ഞേ? അതെ അതെ അതെ. അയ്യോ ടീച്ചർ കുറച്ചു മുന്നേ എന്നോ പറഞ്ഞല്ലോ, എന്താണ് മഹാഭാരതവും രാമായണം ഇതിഹാസങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് കുട്ടികളൊക്കെ മത്സരമൊക്കെ ഇത് അവിടെ തമ്മിൽ തന്നെ ഇപ്പൊ റെഡിയാവോന്ന് എനിക്ക് സംശയമുണ്ട്. സാരമില്ല, അപ്പം ഒന്നുകൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ 5 മാർക്കെങ്കിലും കിട്ടിയേനെ. പക്ഷെ ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഉത്തരം നേരത്തെ കണ്ടെത്തേണ്ട അവസ്ഥകൾ വരുമ്പം ഇങ്ങനെ ഒരു എടുക്കേണ്ടി വരും. അതറിയില്ല, അത് ഭാഗ്യത്തിന് വിടുക. അതെ, പക്ഷെ നമ്മൾ എത്ര ക്യാരക്ടറിലൂടെ ഈ സമയത്ത് തന്നെ നിങ്ങൾ കടന്നുപോയി. സാരില്ല, രാവണൻ വരെ എത്തിയായിരുന്നു, അവിടെ ഞാൻ കേട്ടായിരുന്നു രാവണന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഹനുമാനിലെത്താൻ പറ്റിയില്ല. ഇല്ല, എന്തായാലും സാരമില്ല, ഉത്തരം ഇപ്പൊ മനസ്സിലായല്ലോ. രാവണൻ പാണ്ഡവരുടെ ബന്ധുവല്ലല്ലോ. അല്ല. അങ്ങനെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. പക്ഷെ നമുക്ക് പോയിന്റ്സ് ഒന്നും സ്കോർ ചെയ്യാൻ പറ്റിയില്ല അല്ലേ?